ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൺ. ഇന്ന് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ മുട്ട കൊണ്ടൊരു എഗ് സർപ്രൈസ് ഉണ്ടാക്കിയെടുക്കാം. 3 മുട്ടയിൽ നിന്ന് ഒരു മുട്ട നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ട ആദ്യം ബോയിൽ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എഗ് സർപ്രൈസ് ഉണ്ടാക്കാൻ പോകാം. നമ്മൾ ബോയിൽ ചെയ്തെടുത്ത മുട്ടയുടെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് എഗ് സർപ്രൈസ് തയ്യാറാക്കിയെടുക്കാം. ഒരു ചെറിയ തട്ക പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു അര സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബോയിൽ ചെയ്ത മുട്ട ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ മുട്ട ഫ്രൈ ആയി വരുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ 2 പച്ചമുട്ട വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് നമുക്ക് ഉടച്ച് ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി, പച്ചമുളക്, മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വേറെ ഒന്നും ഇടണ്ട, ഇത്ര മതി. ഇനി നമുക്കിത് 2 മിനിറ്റ് അടച്ചു വെക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ എഗ് സർപ്രൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട എന്ത് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇളകി വരുന്നുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ട, ഇതാ നമ്മുടെ എഗ് സർപ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട, നമുക്കിനി ഇത് കട്ട് ചെയ്യാവേ. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉള്ളിൽ അടിപൊളി. ഇനി കുറച്ച് നമുക്ക് ഉള്ളി, മല്ലിയിലൊക്കെ അരിഞ്ഞു വെച്ചത് കുറച്ച് ബാക്കിയുണ്ട്. അതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതപ്പം നമ്മുടെ എഗ് സർപ്രൈസ് റെഡി ടു ഈറ്റ്. ഇത് ആക്ച്വലി എൻ്റെ റെസിപ്പി അല്ല കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു സ്ട്രീറ്റ് ഫുഡിൻ്റെ റെസിപ്പി കണ്ടതാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റും കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയിരുന്നു. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കണേ. സിമ്പിളല്ലേ ഇതാ. അപ്പം മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.